നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കി. പത്രപ്രവർത്തകർക്ക് കോടതിയാവാനൊക്കത്തില്ല, ജഡ്ജാവാനൊക്കത്തില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല. പഠിച്ചു നോക്കും. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ 3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അതിട്ട് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്? എന്തിനാ കേട്ട് ഞാൻ മടുത്തു. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പ്രകോപിപ്പിക്കരുത്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല. വിഷയമല്ലല്ലോ എന്നെ പ്രകോപിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി, സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എന്ന നിലയിലേക്ക് വന്നു. വെള്ളം കുടിക്കും. ക്യാമറ കിട്ടി അടിച്ചു വിട്ടിട്ടുണ്ട്. മനുഷ്യന് സ്വയം കിട്ടാൻ ഇനി 5-6 ദിവസത്തേക്ക് കടിച്ചു വെക്കാനായല്ലോ.